മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്കെതിരായിട്ട് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ശക്തമായ രീതിയിൽ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ ആക്രമണം തുടങ്ങിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയിൽ പുഴു സിനിമയുടെ തിരക്കഥാകൃത്തായ ഷർഷാദിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നു. ഇൻ്റർവ്യൂവിനകത്ത് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സൈബർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയല്ല മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻസ്കാരിയ ആ ഇൻ്റർവ്യൂ നടത്തിയത്. പക്ഷേ അത് ഇൻഡയറക്റ്റായിട്ട് സംഘപരിവാറിൻ്റെ പ്രവർത്തകർ, സംഘപരിവാറിൻ്റെ സൈബർ അണികൾ അത് മമ്മൂട്ടിക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്കെ മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല നടൻ മമ്മൂട്ടിയെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഴുവിൻ്റെ തിരക്കഥാകൃത്തായിരുന്ന ഷർഷാദിൻ്റെ വാക്കുകൾ എടുത്തു മാറ്റിയാണ്, ഷർഷാദ് മനഃപൂർവ്വം തന്നെ പറഞ്ഞാണ്, ഷർഷാദിൻ്റെ വാക്കുകൾ എടുത്തു മാറ്റിയാണ് ഇപ്പോൾ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല വളച്ചൊടിക്കുകയല്ല, ഷർഷാദിൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയല്ല, ഷർഷാദ് മനഃപൂർവ്വം പറഞ്ഞതാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ട് തെളിവുകൾ ഓരോന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നടനും പിന്നെ അഭിഭാഷകനുമായിട്ടുള്ള ഷുക്കൂർ വക്കീൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഷർഷാദ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. ആ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർഷാദിൻ്റെ ഭാര്യയായിരുന്ന രത്തിനെയാണ് മമ്മൂട്ടിയുടെ സിനിമയായ പുഴുവിൻ്റെ സംവിധായിക. രത്തിനെയും ഷർഷാദും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല വിവാഹമോചന കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് ഇൻ്റർവ്യൂ ഓർഡർ കൂടിയുണ്ട്, പരിസരത്ത് പോലും പോകാൻ പാടില്ലെന്ന്. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ഇൻ്റർവ്യൂവിനകത്ത് മമ്മൂട്ടിക്കെതിരായിട്ട് ഷർഷാദ് തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീ ഷുക്കൂർ. മാത്രമല്ല ആ വ്യക്തമായ ഓർഡറിൻ്റെ ചിത്രം കൂടി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, ഷുക്കൂർ വക്കീലിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ കോലാഹലം നടക്കുന്നതിനിടയിലാണ് ആ മുഖാമുഖം കാണാൻ പോയത്. ആ മുഖാമുഖത്തിനകത്ത് പറയുന്ന വാക്കുകളാണ് പിന്നെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവരെ, ഭാര്യയെ കാണാൻ പോയില്ലേ? ഇല്ല, അവരെ കാണരുതെന്ന് കോടതി ഉത്തരവുണ്ട്. അതാണ്, അവർ എനിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു. ആ കേസിൽ കോടതിയുടെ ഒരു ഇൻ്റർവ്യൂ ഓർഡറാണ്. മക്കളെയോ? അവരെ ഞാൻ പുറത്തു നിന്ന് കാണാറുണ്ട്. അവിടെ ഞാനൊന്ന് ഉടക്കി. എറണാകുളത്തെ സോഴ്സ് വെച്ച് കേസ് തപ്പിയെടുത്തു. ഷുക്കൂർ വക്കീൽ എറണാകുളത്തെ സോഴ്സ് വെച്ചിട്ട് ആ കേസ് തപ്പിയെടുത്തു. 2021 മാർച്ച് 5 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എറണാകുളത്തുള്ള 8ാം കോടതി ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദിസ് പെറ്റീഷൻ ഈസ് ഫയൽഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ബൈ ദ അഗ്രീവ്ഡ് പേഴ്സൺ സീക്കിംഗ് ആഡ് ഇൻ്ററിം റിലീഫ് ഇൻ MC 2021. The petitioner's case in a nutshell is as follows. The respondent here is none other than the petitioner's husband. The respondent has been committing domestic violence against the petitioner and she apprehends danger to her life and reputation. If the respondent is not restrained from his acts by means of an interim protection order, the petitioner fears that the irreparable loss and damage will be caused. Hence, the petition is filed seeking interim relief under PWDV Act. On going through the records filed by the petitioner and the affidavit filed along with the petition, I am satisfied that a prima facie case is made out. It is obvious that the prima facie there is danger of the petitioner being subjected to domestic violence. Considering the circumstances of the case, in order to ensure the well-being of the aggrieved person, I am inclined to grant the following ad interim relief. The respondent is hereby restrained from subjecting the petitioner or her children to physical or verbal abuse. He is restrained from making any scandalous statements against the petitioner or verbally abuse her directly or through any electronic communication and social media. The respondent is hereby restrained from entering the workplace of the petitioner until further orders. The other reliefs can be considered only after hearing both sides. Hence, the petition is partly allowed. Pronounced in the open court on this date, 5th day of the March 2021. Pronounced in the open court on the 5th day of March 2021. ആ കേസ് അവിടെയും തീരുന്നില്ല. ആ കേസെന്ന് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി കാണാൻ പാടില്ല, കുട്ടികളെയും കാണാൻ പാടില്ല, ഭാര്യയും കാണാൻ പാടില്ല. മാത്രമല്ല വെർബലായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ അബ്യൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെയും ഇനി കൂടുതൽ അബ്യൂസ് നടത്താൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകുമെന്ന് വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായിട്ടുണ്ട് അവിടെ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം നടത്തിയെന്ന്, ഷർഷാദ് രത്തീനയ്ക്ക് നേരെ ഗാർഹിക പീഡനം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്ററിം ഓർഡർ കോടതി പുറപ്പെടുവിച്ചത്. അത് പ്രകാരം രത്തീനയുടെ അടുത്ത് എത്താൻ പോലും ഷർഷാദിന് പറ്റത്തില്ല. അതിനുശേഷം പിന്നെ ഷുക്കൂർ വക്കീൽ പറയുകയാണ്: 2021 മാർച്ച് 5 ഭാര്യയെ ഗാർഹിക പീഡനത്തിന് വിധേയമാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവുണ്ടായിട്ടും അയാൾ തളർന്നില്ല.
അയാൾ അവരുടെ താമസ സ്ഥലത്ത് കയറി ശാരീരികമായി ആക്രമിച്ചു. അവരുടെ പാസ്പോർട്ടും എടുത്തുകൊണ്ടുപോയി. അങ്ങനെ പോലീസിൽ പരാതി നൽകി. അങ്ങനെയാണ് 17/2/2023 തീയതിക്ക് മരട് പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കുന്നത്. ഇതിനിടയിൽ അയാൾ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ശല്യക്കാരനായി. അവർക്ക് കുടുംബ കോടതിയെ സമീപിക്കേണ്ടി വന്നു. എറണാകുളം കുടുംബ കോടതി 1/7/2023 ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. After hearing both parties, I am convinced that for the proper schooling and education of the children, there shall be some orders authorizing the petitioner as the guardian of the children. Various circumstances pointed by the petitioner would show that the interference of the respondent is adversely affecting the education of the children. The petitioner has succeeded in showing a prima facie case. In the result, both these applications are allowed as follows. Interim order is granted authorizing the petitioner to discharge the functions of the legal guardian of the minors named until the final disposal of the case. The respondent and his men are restrained from forcefully removing the minors from the custody of the petitioner or from the school in which they are studying. The respondent and his men are restrained from entering into the residence of the petitioner or interfering with the peaceful living of the petitioner and the minors. The respondent and his men are restrained from visiting the children at the school or causing any trouble to the minors and at their school or in any other public place. Also, the respondent is restrained from sending any communication to the school authorities so as to affect the smooth education of the children till the final disposal of the OP. Dictated to the confidential assistant, transcribed by her, corrected by me and pronounced in open court this day, 1st day of July 2023. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പോലും പോകാൻ പാടില്ല, സ്കൂളിനെ പോലും ബന്ധപ്പെടാൻ പാടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന രീതിയിൽ അല്ലെ തടയുന്ന രീതിയിൽ ഒന്ന് ഇടപെടാൻ പോലും അദ്ദേഹത്തിന് സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു വിധിയാണ് വ്യക്തമായിട്ട് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഗാർഹിക പീഡന നിയമപ്രകാരം. അവിടെയാണ് കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ അദ്ദേഹം പറയുകയാണ്, 2 കോടതികൾ ഭാര്യയും മക്കളെയും ഉപദ്രവിക്കുന്നുവെന്നും അതുകൊണ്ട് അവരുടെ ഭാഗത്തേക്ക് പോകരുതെന്നും കട്ടായം പറഞ്ഞ ആളെയാണ് നമ്മൾ നടുമുറ്റത്തിരുത്തി ഭള്ളു പറഞ്ഞ് ഫാൻസിന് ഉണ്ടാകുന്ന കൊട്ടേഷൻ പണി ചെയ്യുന്നത്. ഭാര്യയും മക്കളെയും ഗാർഹിക പീഡനത്തിന് വിധേയമാക്കിയെന്ന് പ്രഥമ ദൃഷ്ട്യാ 2 നീതിന്യായ കോടതി കണ്ടെത്തിയ ആളുടെ തിരുമൊഴിയുടെ പുറത്താണ് മലയാളിയുടെ അഭിമാനമായ മമ്മൂട്ടിയെ ജഡ്ജ് ചെയ്യാൻ സംഘകൂട്ടം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇത്തരം പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുറിപ്പിന് താഴെ അദ്ദേഹം വന്നിട്ട് പുഴുവിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ഷർഷാദ് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റിന് ഷുക്കൂർ വക്കീൽ ഒരു മറുപടി കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ വായിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അതിനകത്ത് അദ്ദേഹം പറയുന്ന കമൻറ്റ് ഇങ്ങനെയാണ്. ഷർഷാദിൻ്റെ കമൻറ്റാണ്: വക്കീലെ, നിങ്ങളെ സിനിമയിൽ കൂടെയാണ് പരിചയം. നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല എൻ്റെ കാര്യങ്ങൾ. 2021 അവർ ഇൻ്ററിം ഓർഡർ നേടിയത് ശരിയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങളുടെ സോഴ്സ് മുഖേന പരിശോധിക്കുക മാത്രമല്ല ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇൻ്ററിം ഓർഡർ കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിന് മറുപടി ഇങ്ങനെയാണ്. അതിന് ഷുക്കൂർ വക്കീൽ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: പ്രതികരിച്ചതിന് നന്ദി. എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് നന്ദി. 5/3/2021 1/7/2023 പുറപ്പെടുവിച്ച ഓർഡറുകൾ ഇപ്പോൾ നിലവിലില്ലേ? അത് കോടതി അല്ലെങ്കിൽ കോടതികൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ? ഹൈക്കോടതി എന്താണ് ഉത്തരവ് നൽകിയത് വ്യക്തമാക്കാമോ? മരട് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് നേരല്ലേ? വ്യക്തമായിട്ട് അതിന് തിരിച്ചു ചോദിക്കുകയാണ്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തെളിയിക്കാൻ വേണ്ടി ഷുക്കൂർ വക്കീൽ ആ തിരക്കഥാകൃത്തിനോട് ഷർഷാദിനോട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹം ആ ഏരിയയിലോട്ട് പോയിട്ടില്ല. വേറെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ഒരുപാട് അദ്ദേഹം വിടുന്നുണ്ട്. പക്ഷേ ആ പോസ്റ്റിന് വെച്ച് പിന്നെ ആ പോസ്റ്റിലോട്ട് ഷുക്കൂർ വക്കീലിൻ്റെ ആ പോസ്റ്റിലോട്ട് അദ്ദേഹം പിന്നെ പോയിട്ടില്ല. അപ്പോൾ വ്യക്തമെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വ്യക്തിവിദ്വേഷം കൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. മാത്രമല്ല നമുക്ക് കിട്ടിയൊരു സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കിട്ടിയ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടൻ മമ്മൂട്ടിയാണെങ്കിൽ 2 മാസം മുൻപേ രത്തീനയുടെ എന്ന് വെച്ചാൽ പുഴുവിൻ്റെ സംവിധായകമായിട്ടുള്ള രത്തീനയ്ക്ക് ഡേറ്റ് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞൊരു കാര്യം. ഇതുവരെ ഷർഷാദിന് ഡേറ്റ് കിട്ടിയിട്ടില്ല. രത്തീനയ്ക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു. ഒരു സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴത്തേക്ക് അടുത്ത 2 വർഷങ്ങളിൽ വരാൻ സാധ്യതയുള്ള സിനിമയാണ്. ഡേറ്റ് കൊടുത്തു കഴിയും. അതിൻ്റെ ചുരുക്ക് കൂടിയാണ് ഇതെന്ന് ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മറുനാടൻ മലയാളിയുടെ ആ ഇൻ്റർവ്യൂവിനകത്ത് മമ്മൂട്ടിയെ അദ്ദേഹം ആക്രമിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. വ്യക്തമായിട്ട് തെളിവടക്കം മാത്രമല്ല കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഓർഡർ അടക്കമുണ്ട്. അതിനുശേഷം പിന്നെ മമ്മൂട്ടി രത്തീനയ്ക്ക് സിനിമ ഡേറ്റ് കൊടുത്തു എന്നാണ് നമ്മൾ കിട്ടുന്ന സോഴ്സ്. ഉറപ്പായിട്ടില്ല, നമുക്ക് ഒരാൾ പറഞ്ഞു കിട്ടിയ വിവരമാണ്, അത് കൺഫേം ആയിട്ടില്ല. അത് മമ്മൂട്ടി കൺഫേം ചെയ്താലേ ഉള്ളൂ. പക്ഷേ അങ്ങനൊരു കൺഫേം
അൺകൺഫേംഡ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അസൂയയും ചൊരുക്കുമാണ് ഇപ്പോൾ നടത്തിയ ഇൻ്റർവ്യൂ എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഇൻ്റർവ്യൂ നടത്തിയ ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിന് വ്യക്തമായ ഒരു അജണ്ട കൂടി ഉണ്ട്. കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ അജണ്ട എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ അജണ്ട കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെറുതെ മമ്മൂട്ടിയെ പള്ളു പറയാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടിരുത്തി അത് വെച്ച് ഒരു അനാവശ്യ വിവാദം അവിടെ ഉണ്ടാക്കിയെടുത്തേക്ക് മാത്രമാണ്. മമ്മൂട്ടിയെ വെറുതെ അറ്റാക്ക് ചെയ്യണം, മമ്മൂട്ടിയെ വെറുതെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ് ഇവിടെ നടന്നത് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു.